ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജീസ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടവർ കാർഡാണ്. അപ്പോൾ എന്തോ ഒരു അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകാൻ പോകുന്നു, പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ടവർ കാർഡ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടവർ വരുന്നത്? 4 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ക്വീൻ ഓഫ് വാണ്ട്സ്, Queen of Wands, 5 of Swords, 5 of Swords, 5 of Swords, 3 of Wands, Hierophant, Knight of Wands, 2 of Cups, Sun card, and last card വന്നിട്ട് 7 of Cups ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് കാർഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് ടവറാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എന്ന് നോക്കാം. എന്താണ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്, എന്താണ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ടവർ കാർഡ് വന്നിരിക്കുന്നത്? ടവർ ഒരു വഴക്കിൻ്റെ കാർഡാണ്, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടവർ വന്നേക്കെന്ന് നോക്കാം. എന്ത് കാര്യത്തിലാണ് ടവർ എന്ന് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും 4 ഓഫ് പെൻറ്റക്കിൾസും ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൈസ കിട്ടുമെന്ന് വിചാരിച്ചിടങ്ങളിൽ നിന്ന് പണം കിട്ടാതിരിക്കുക, പണത്തിന് ഷോർട്ടേജ് അനുഭവപ്പെടുക, ഇതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ പൈസ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ആളുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആളുകളിൽ നിന്ന് കിട്ടാതെ വരിക, അവരവരെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സഫോക്കേഷൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ്ടിരിക്കുന്നത്, അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സഫോക്കേഷൻ, അതിൻ്റെ പേരിലുണ്ടാകുന്ന ടവറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ്. അപ്പോൾ വീണ്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അറിവായാലും പണമായാലും ആർക്കും കൊടുക്കാൻ തയ്യാറല്ല, പണം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല, മൈസറാണ്, പിശുക്കാണ് കാണിക്കുന്നത്, അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന രീതിയിൽ പോലും നിങ്ങൾ കണ്ണടച്ച് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നൊരു കാർഡാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ പണത്തിന് ഷോർട്ടേജ് ഉണ്ടാവുക, നിങ്ങൾ ആവശ്യത്തിന് പണം ഇല്ലാതിരിക്കുന്നൊരു മാനസിക അവസ്ഥയും 4 ഓഫ് പെൻറ്റക്കിൾസിൽ വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ പർച്ചേസിങ് ഒക്കെ ചെയ്യാനും അങ്ങനെ പണം നഷ്ടം ഉണ്ടാകാനും സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്യൂൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കരിയർ ഫോക്കസ്ഡ് ആണെന്ന് കുറച്ച് മാറി ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ ഒരു ഈ തന്മയത്വത്തോടുകൂടി കാര്യങ്ങളെ കാണുക, അല്ലെങ്കിൽ ആക്ട് അക്കോർഡിംഗ് ടു ദ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയത്തില്ലേ, അതാണ് സ്ഥലകാലബോധത്തോടു കൂടി സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നില്ല, അതാണ് ക്വീൻ ഓഫ് വാണ്ട്സ്. അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്നാണ് ക്വീൻ ഓഫ് വാണ്ട്സ് പറയുന്നത്. കൃത്യമായിട്ട് അതിനെന്താ പറയുന്നത് മലയാളം, സമയത്തിന് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കുക, അതാണ്. ഓക്കെ, അതാണ് ക്യൂൻ ഓഫ് വാണ്ട്സ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് 3 കാർഡുകളും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതിനെക്കുറിച്ചും അവിടെ നിങ്ങൾ മാറി ചിന്തിക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ടവർ കാർഡും 4 ഓഫ് പെൻറ്റക്കിളും ഒക്കെ പറയുന്നത്. പണത്തിൻ്റെ കാര്യം ഒരു സൈഡിലാണ്, പക്ഷേ മറ്റൊരു സൈഡിൽ, ഇമോഷണൽ സൈഡിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണുള്ളത്, കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ്
ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പം സ്വാർത്ഥത കാണിക്കുക, ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. സ്വാർത്ഥത കാണിക്കുക എന്നുള്ളതാണ്, മറ്റൊരാളെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ പെയിൻഫുൾ ആക്കുക എന്നാണ്. നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഇമോഷൻസിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എംപറർ എനർജി വരുന്നുണ്ട്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എംപററും നൈറ്റ് ഓഫ് കപ്സും പറയുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വഭാവം, നിങ്ങൾ ഭയങ്കര ഈഗോയിസ്റ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അവരൊരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്, പക്ഷേ നിങ്ങൾ എംപറർ എനർജിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഓഫർ, ഒരാളൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങളത് റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോള് വരുമ്പം കണ്ടില്ലെന്ന് നടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് നൈറ്റ് ഓഫ് കപ്പും എംപറും വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇമോഷണൽ ഹേർട്ട്, ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്, ഒരാൾ പെയിൻ അനുഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്, കോമ്പറ്റീഷനാണ് വരുന്നത്, ഒരു സ്വാർത്ഥതയുടെ കാർഡാണ് ഇവിടെ പറയുന്നത്. വർക്ക് പ്ലേസിൽ ചിലപ്പോൾ ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ടാവാനും അവിടെ ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കുക, മറ്റുള്ളവർ അതിൻ്റെ ഫലം എടുക്കുക, അതൊക്കെ ഫൈവ് ഓഫ് സോഡിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് 3 ഓഫ് വോണ്ടാണ്. 3 ഓഫ് വോണ്ട് എന്ന് പറയുമ്പോൾ വിദേശത്തേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അതായത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. സ്റ്റക്കായി നിന്നിടത്ത് നിന്ന് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ 3 ഓഫ് വോണ്ട് പറയുന്നത്. ഇത് വിദേശത്തേക്കൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. ഇനി വിദേശത്ത് പോകണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷന് നിൽക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് പോകാം എന്നൊരു തീരുമാനം എടുത്താൽ ഇന്ന് മുതൽ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു 2-3 മാസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് പഠിക്കാനാണെങ്കിലും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുക. ഇപ്പോൾ വിദേശം എന്ന് പറയുന്നത് നമ്മൾ രാജ്യം വിട്ടു പോവുക എന്ന് നിർബന്ധമില്ല, നമ്മുടെ നാട് വിട്ടു പോകുക എന്നുള്ളതും വിദേശമെന്ന് നമുക്ക് പറയാം. കൂടുതലും പക്ഷേ ഇത് ഓവർസീസാണ്. കാരണം കടലിലേക്ക് ട്രഷർ ഹണ്ടിന് പോകാൻ വേണ്ടി ട്രഷർ ക്യാരി ചെയ്യാനുള്ള ബാഗ് വരെയും റെഡിയാക്കി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തൻ്റെ കപ്പൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രാജാവിനാണ് ഈ 3 ഓഫ് വോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയി പണസമ്പാദനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തന്നെയാണിത് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹീറോ ഫെന്നിൻ്റെ കാർഡാണ്. അപ്പോൾ മിക്കവാറും എന്നൊരു നിങ്ങളുടെ ആരാധനാലയങ്ങളിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഹീറോ ഫെന്നിൻ്റെ കാർഡ് അങ്ങനെയാണ് പറയുന്നത്. അതായത് ഐഡൽ വർഷിപ്പിംഗ് ആണ്, വിഗ്രഹാരാധന. നിങ്ങൾ അവിടെ പള്ളിയിലോ അമ്പലത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോകുന്നുണ്ടായിരിക്കും, അങ്ങനെയുള്ള വർഷിപ്പിങ്ങിന് പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ മതപുരോഹിതന്മാരുമായിട്ടോ സാമുദായിക നേതാക്കന്മാരുമായിട്ടോ സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരുമായിട്ടൊരു കൺസൾട്ടേഷൻ നടത്തുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു ഗൈഡൻസ്, ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡെത്ത് ആൻഡ് റീബർത്തും സ്റ്റാർ കാർഡും വന്നിരിക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇന്നൊരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു തോന്നൽ, നിങ്ങൾ എന്ത് പ്രതീക്ഷ നശിച്ചിട്ടാണോ നിങ്ങൾ അവിടെ പോയിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവത്തിലുള്ളൊരു വിശ്വാസം നിങ്ങളിൽ കൂടുതലായിട്ട് ഉറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ നിങ്ങളെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഹീറോ ഫെന്നിൻ്റെ കാർഡ്. അതുപോലെ നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തുക. മോഡേൺ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിക്കാതിരിക്കുക. ഇന്നേ ദിവസം പണവുമായി ഡീൽ ചെയ്യുന്നവർ കേട്ടോ. അതുപോലെ നിങ്ങൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ വളരെ പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള നാട്ടുമ്പുറങ്ങളിലെ വിശേഷങ്ങളില്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യത്തിൽ ചെല്ലാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ വിവാഹം പോലുള്ള ആഘോഷങ്ങളാവാം. ഇവിടെ ഈ കോടതിയിൽ കേസിനൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു വിവാഹമോചനമൊക്കെ നടക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഹീറോ ഫെന്നിൻ്റെ കാർഡ് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം സാധാരണഗതിയിൽ ആൾക്കാർ സമ്മതിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പുകളുള്ളവരില്ലേ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇൻ്റർപേഴ്സണൽ ആയിരിക്കാം, ഇൻട്രാപേഴ്സണൽ ആയിരിക്കാം കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും കൊളിച്ചോടി പോയി എന്നൊക്കെ കേൾക്കാനൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
പ്രേമിച്ച് ഒളിച്ചോടിപ്പോയി, അത് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ റഫനിൻ്റെ കണ്ടുവരുമ്പം ഓക്കെ, ഇത്ര മതി. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത്, നിങ്ങൾ ഒരു മുന്നോട്ടൊരു ഒഴുക്കില്ലാതെ നിൽക്കുന്ന ലൈഫിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം, എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ജീവിതം കൈവിട്ട് പോകുമെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ തന്നെ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങളുടെ ഊർജ്ജം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഇന്ന ദിവസം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് 2 ഓഫ് കപ്പാണ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരും. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിലോ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുമെന്നാണ് 2 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ കല്യാണ നിശ്ചയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടേ നമ്മൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ ഇന്ന ദിവസം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ റീയൂണിയന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും റീയൂണിയൻ്റെ കാർഡാണിത്. സൺ കാർഡ് റീയൂണിയനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു തുടക്കം ഉണ്ടാവുന്നതാണ് ഈ സൺ കാർഡ് പറയുന്നത്. അതായത് ഹീലിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഹീലിങ്ങിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ റീയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 7 ഓഫ് കപ്സ് പറയുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ്. ഇന്ന് ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ എന്ന് ചെയ്യുന്നതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്കിൽ പോവുക, അതുപോലെ എന്തെങ്കിലും പർച്ചേസിങ്ങിന് പോവുക, വിവാഹ എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോവുക, നിങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് പോവുക, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണാൻ വേണ്ടിയിട്ട് പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. ഇല്യൂഷൻ്റെ ആയിരിക്കും ഏത് ചെയ്യണം എന്നുള്ള ഏതാദ്യം ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനായിരിക്കും. അത് വേണോ ഇത് വേണോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയും അങ്ങനെ എല്ലാം പെറുക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം വന്നേക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു 4 ഓഫ് പെൻറ്റക്കിൾസ് കുറച്ച് ആളുകൾക്ക് ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പണം പ്രതീക്ഷിച്ചിരുന്നവരാണ്, പക്ഷേ ആ പണം സമയത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് വേറെ കുറച്ച് ആളുകൾക്ക് ആവശ്യമുള്ള പണം വരുന്നതായിട്ട് കിങ് ഓഫ് പെൻറ്റക്കിളാണ്, പെൻറ്റക്കിൾസിൻ്റെ രാജാവാണ്. അപ്പോൾ ഇഷ്ടംപോലെ പണം വന്നു കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും റെസണേറ്റഡ് അല്ല. കുറച്ച് പേർക്ക് പണത്തിൻ്റെ പേരിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ, മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് കുറച്ച് അധികം പണം വന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏഞ്ചൽസ് ഗൈഡൻസ് ഏതാണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് യെസ് ആണ് കേട്ടോ. ഒരു യെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം, ഒന്നാമത്തെ ചോദ്യം യെസ് ആണ്. രണ്ടാമത്തത് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. അപ്പോൾ ഹെൽത്ത് വൈസ് കുറച്ച് പ്രശ്നമുള്ള ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഹെൽത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അബണ്ടൻസിൻ്റെ ദിവസവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അബണ്ടൻസ് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരുമെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഏഞ്ചൽസ് ഗൈഡൻസ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ലവ് ഓറക്കിൾ എന്താണെന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഇന്ന് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ലവ് ലൈഫ്? എന്ത് ഗൈഡൻസ് ആണ് ലവ് ലൈഫിൽ ഇന്ന് കിട്ടാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്, ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത്. ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ, പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത്. ഒരുപാട് പെയിൻ ആയിരിക്കും,
രണ്ടുപേരുടെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ അവിടെ വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ്, യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. ഇത് ചിലപ്പോൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ഓപ്പണപ്പ് ആവുക, നിങ്ങളും സ്നേഹത്തിന് അർഹതയുള്ള ആളാണെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആരെ വെയിറ്റ് ചെയ്യുന്നോ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പിന് ഒരിക്കൽ കൂടി ഒരു ചാൻസ് കൊടുക്കാനാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പോൾ സോൾമേറ്റിനെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് തന്നെ വരും. അതിനുള്ള അഫർമേഷൻസ് പറയുക, പ്രേയേഴ്സ് പറയുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ബിക്കോസ് ഹി ഓർ ഷീ ഈസ് യുവർ സോൾമേറ്റ്. അത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പെയിൻഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഈ റീഡിങ് റെസണേറ്റ് ആവുന്നവരെടുക്കുക. എല്ലാവരും എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപാട് റെസണേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.